ഹലോ ഗൈസ്, ഇത് 100 ഡേയ്സ് ഓഫ് ചാലഞ്ചിൻ്റെ 35th ഡേ ആണ്. ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ചെസ്റ്റിനും ട്രൈസെപ്സിനുമാണ് ഫസ്റ്റ് വർക്കൗട്ട് ചെയ്തത്. ചെസ്റ്റിന് 7 ട്രൈസെപ്സിന് 6 പ്രോഗ്രാമാണ് ചാർട്ട് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡംബൽ ബെഞ്ച് പ്രസ് ആണ്. 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ 4 സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ക്ലോസ് ടു ഫെയിലിയർ ആയിരിക്കുക. ലൈറ്റ് വെയ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പ്രോപ്പർ ഫോമിൽ വർക്കൗട്ട് ചെയ്യുക. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്യുക, എന്നാലും നല്ല രീതിയിലുള്ള പമ്പ് കിട്ടുള്ളൂ. ഓക്കെ, പുഷപ്പൊക്കെ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി നല്ലൊരു പമ്പിലോട്ട് വരും. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർബൽ ബെഞ്ച് പ്രസ് ആണ്. ബാർബൽ ബെഞ്ച് പ്രസ് ഇതുപോലെ തന്നെ 10 മുതൽ 15 റെപ്പറ്റീഷൻ മിനിമം 4 സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ലൈറ്റ് വെയ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ക്ലോസ് ടു ഫെയിലിയർ എടുക്കുക. അപ്പോൾ നല്ല രീതിയിലുള്ള പമ്പ് ചെസ്റ്റിന് ചെയ്യുക. ഇടയ്ക്ക് ജസ്റ്റ് ഫ്ലെക്സ് ചെയ്ത് കൊടുക്കുക ഓരോ സെറ്റ് കഴിയുമ്പോഴും. മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് ആണ്. ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് ഇതുപോലെ തന്നെ 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ് ചെയ്യേണ്ടത്. ക്ലോസ് ടു ഫെയിലിയർ ആണ്. ലൈറ്റ് വെയ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് 4ാമത്തെ സെറ്റ് ക്ലോസ് ടു ഫെയിലിയർ ആയിരിക്കും മാക്സിമം. കൗണ്ട് കുറഞ്ഞാലും കുഴപ്പമില്ല. ക്ലോസ് ടു ഫെയിലിയറിലോട്ട് പോവുക. 4 സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൈൻ ഡംബൽ ഫ്ലൈ ആണ്. അതും 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ചെയ്യുക. ക്ലോസ് ടു ഫെയിലിയർ ചെസ്റ്റ് ഫ്ലെക്സ് ചെയ്യുന്ന നല്ല രീതിയിൽ കൊടുക്കുക. നല്ല പമ്പ് കിട്ടും. അതും ലൈറ്റ് വെയ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. 5, 7 അങ്ങനെ പോവുക. ചിലപ്പം 5 ചെയ്യാൻ പറ്റത്തില്ല, 2.5 സ്റ്റാർട്ട് ചെയ്യുക. നല്ല രീതിയിലുള്ള പമ്പ് ഫ്ലെക്സ് ചെയ്യുമ്പോഴത്തേന് ഫ്ലൈ ചെയ്യുമ്പോഴത്തേന് കിട്ടും. ജസ്റ്റ് ഒന്ന് ഫ്ലെക്സ് ചെയ്ത് കൊടുത്താൽ ആദ്യം പമ്പ് ചെയ്യും. നല്ല ചെസ്റ്റിൽ പമ്പ്, ബ്ലഡ് ഫ്ലോ ഭയങ്കര കൂടുതലായിരിക്കും. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റഡ് മെഷീൻ ഫ്ലൈ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ് ചെയ്യേണ്ടത്. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഫ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മെഷീനിലോട്ട് പോവുക. സീറ്റഡ് മെഷീൻ ഫ്ലൈ ആണ്. അതും 10 മുതൽ 15 റെപ്പറ്റീഷൻ അടിക്കുക. 4 സെറ്റ് അടിക്കുക. ക്ലോസ് ടു ഫെയിലിയർ ആയിരിക്കണം. മാക്സിമം കൗണ്ട് റെപ്പറ്റീഷൻ ഫസ്റ്റ് ഇതിൽ ചെയ്യുക. എന്നിട്ട് കുറച്ച് പമ്പ് വെയിറ്റ് കൂട്ടി പമ്പ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പമ്പ് കൂട്ടി വരും. അവിടെ ബ്ലഡ് ഫ്ലോ കൂടുതലായതുകൊണ്ടാണ് പമ്പ് വരുന്നത്. പമ്പ് വന്നിട്ടേ കാര്യമുള്ളൂ. നമ്മൾ അതിനാണുള്ള വർക്കൗട്ട് ചെയ്യുന്നത്. മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് 6ാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റ് ഡിപ്സ് ആണ്. അതും 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ് അടിക്കേണ്ടത്. ക്ലോസ് ടു ഫെയിലിയർ അടിക്കുക. ക്ലോസ് ടു ഫെയിലിയർ 4 സെറ്റ് വരെ അടിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ാമത്തെ വർക്കൗട്ടാണ് ഡിക്ലൈൻ ഡംബൽ ബെഞ്ച് പ്രസ് ആണ്. അത് 10 റെപ്പറ്റീഷൻ 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. അത് കഴിഞ്ഞിട്ട് ട്രൈസെപ്സിൻ്റെ വർക്കൗട്ടിലോട്ട് പോവുക. റെസ്റ്റ് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത വർക്കൗട്ടിലോട്ട് പോവുക. ട്രൈസെപ്സിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് ഹൈലി പുള്ളി ഓവർ ഹെഡ് ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ് വരുന്നത്. ക്ലോസ് ടു ഫെയിലിയർ അടിക്കുക. റോപ്പിലാണ് വർക്കൗട്ട് ചെയ്തത്, മെഷീനിൽ. 8ാമത് വർക്കൗട്ട് കേബിൾ ഓവർ ഹെഡ് ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ്. ക്ലോസ് ടു ഫെയിലിയർ. 3ാമത്തെ വർക്കൗട്ട് ബെഞ്ച് ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ അടിക്കുക. ക്ലോസ് ടു ഫെയിലിയർ. നല്ല രീതിയിലുള്ള പമ്പ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 4ാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഗ്രിപ്പ് ട്രൈസെപ്സ് പുഷ് ഡൗൺ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. ക്ലോസ് ടു ഫെയിലിയർ. ട്രൈസെപ്സിൻ്റെ എക്സ്റ്റൻഷൻ ഇറങ്ങാനുള്ള വർക്കൗട്ടാണ്. ട്രൈസെപ്സ് ഇറങ്ങാനുള്ളതായിട്ട് നല്ല ഷേപ്പിൽ കിടക്കാൻ വേണ്ടിയുള്ളതാണ് റിവേഴ്സ് ഗ്രിപ്പ് എന്ന് പറയുന്നത്. നല്ല ഫോമിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകും. അത് കഴിഞ്ഞ് 5ാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഡംബൽ ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ ആണ്. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. 6ാമത്തെ വർക്കൗട്ട് സിംഗിൾ ആം കേബിൾ പുഷ് ഡൗൺ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. ഈച്ച് ഹാൻഡിനും ചെയ്യുക, റൈറ്റ് ഹാൻഡ് ലെഫ്റ്റിന്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ചെയ്യുക. ക്ലോസ് ടു ഫെയിലിയറിലോട്ട് പോവുക. ഈ റൈറ്റ് ഹാൻഡിൽ 15 വർക്കൗട്ടാണെങ്കിൽ 15 റെപ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൽ അതുപോലെ തന്നെ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് കഴിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഫാറ്റ് ലോസ് ജേണിയാണ്. 35 ദിവസമായിട്ടുണ്ട്. ഇനിയും 65 ദിവസം കൂടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ചെയ്യും. പക്ഷെ നമ്മളൊരു ചലഞ്ചായിട്ട് എടുത്തേക്കുവാണ്. അപ്പോൾ ഓക്കെ, ആളെ കാണാൻ അടുത്തൊരു വീഡിയോ. ബൈ.